പൗരത്വ ഭേദഗതി നിയമം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ. ഇതിനുള്ള ചട്ടങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കും. പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള പോർട്ടലും ഉടൻ നിലവിൽ വരും. രാകേഷ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. രാകേഷ്, എന്തായാലും ഈ ബില്ല് ലോക്സഭ പാസാക്കിയപ്പോൾ തന്നെ വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിന്റെ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പാക്കാനുള്ള നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. എങ്ങനെയാണ് നടപടികൾ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് പൗരത്വ നിയമം നടപ്പാക്കാനുള്ള ചട്ടങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. കാരണം പൗരത്വ നിയമം നേരത്തെ പാർലമെന്റ് പാസാക്കിയതാണ്. അതായത് 2019 ഡിസംബർ 9 ലോക്സഭയും ഡിസംബർ 12 രാജ്യസഭയും ഇത് പാസ്സാക്കിയിരുന്നു. ഇതോടുകൂടി നിയമമായെങ്കിൽ പോലും ചട്ടം നടപ്പിലാക്കാത്തത് കൊണ്ടാണ് ഈ പൗരത്വ നിയമം രാജ്യത്ത് നടപ്പാകാതിരുന്നത്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിനുള്ള നടപടികൾ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതിനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇതിന്റെ നടപടികൾ തുടങ്ങും എന്നാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഇതിനുള്ള ചട്ടങ്ങൾ ആദ്യം പ്രസിദ്ധീകരിക്കും, ഒപ്പം തന്നെ പോർട്ടലും ഉടൻ നിലവിൽ വരുമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ തുടങ്ങിയ ബംഗ്ലാദേശ് തുടങ്ങിയ എന്നീ 3 രാജ്യങ്ങളിലെ 6 മതസ്ഥർക്ക് 2014 മുമ്പ് ഇന്ത്യയിലെത്തിയവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതാണ് നിയമം. പ്രധാനമായും 6 മതവിഭാഗങ്ങൾക്കാണ് ഇത്തരത്തിൽ പൗരത്വം ലഭിക്കുക. ഹിന്ദുക്കൾ, ഒപ്പം തന്നെ ക്രിസ്ത്യാനികൾ, സിഖ്, പാഴ്സി, ജെയിൻ, ബുദ്ധം, ഇങ്ങനെ 6 മതങ്ങളിലുള്ളവർക്കാണ് പൗരത്വം ലഭിക്കുക 2014 ഡിസംബർ 31 മുമ്പായി ഇന്ത്യയിലെത്തിയവർക്ക്. എന്നാൽ ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നത് 2014 ശേഷം ഇന്ത്യയിലെത്തിയവർക്കും ഈ ഇന്ത്യൻ പൗരത്വം നൽകുന്ന കാര്യം പരിഗണനയിലുണ്ട് എന്നാണ്. ഓൺലൈനായാണ് ഇവർ ഇക്കാര്യങ്ങൾ ഇന്ത്യയിലെത്തിയ വിവരങ്ങൾ നൽകേണ്ടത്, മറ്റ് രേഖകളൊന്നും തന്നെ നൽകേണ്ടതില്ല എന്നുകൂടി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പ്രതിപക്ഷം അടക്കമുള്ള കക്ഷികൾ നേരത്തെ പൗരത്വ നിയമം നടപ്പാക്കുന്നതിന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു രാജ്യത്ത്. പ്രത്യേകിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കം, അസമിലടക്കം വലിയ പ്രക്ഷോഭങ്ങൾക്കും ഇത് വേദിയാവുകയും ചെയ്തിരുന്നു. ഏതായാലും 2009 പാസാക്കിയ നിയമം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വീണ്ടും അതിന്റെ ചട്ടങ്ങൾ കൊണ്ടുവന്ന് പ്രാബല്യത്തിൽ വരുത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ ഇത് സംബന്ധിച്ച് ചട്ടങ്ങൾ പുറത്തിറക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രാകേഷ്, ഇതിലിപ്പോൾ ഈ ബില്ല് ലോക്സഭ പാസാക്കിയപ്പോൾ തന്നെ വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. നേരത്തെ രാകേഷ് സൂചിപ്പിച്ചത് പ്രത്യേകിച്ചും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിവേചനപരമായ നിയമമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കുള്ള വലിയ പ്രതിഷേധമുണ്ടാകുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. വിദ്യാർത്ഥി സംഘടനകൾ അടക്കം അങ്ങനെ പ്രതിഷേധത്തിലേക്ക് കടന്നാണ് വലിയ പ്രതിഷേധമായി മാറിയതുമാണ്. ഇപ്പോൾ ഇതിന്റെ നിയമ നടപടികളിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പാക്കും, അതിനുള്ള നിയമ നടപടിയിലേക്ക് കേന്ദ്രം കടക്കുമ്പോൾ ഇനി ഇതിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വരാനുള്ള സാഹചര്യവും എങ്ങനെയാണ്? സ്വാഭാവികമായും വലിയ പ്രതിഷേധങ്ങൾ വീണ്ടും ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നേരത്തെ തന്നെ ഈ നിയമം പാസ്സാക്കുന്ന ഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുണ്ടായിരുന്നു. ഏതാണ്ട് 83 പേരാണ് രാജ്യത്തെ വിവിധ ഇടങ്ങളിലുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തത്. മാത്രവുമല്ല ഇത് വിവേചനപരമാണ്. പ്രത്യേകിച്ച് മറ്റ് ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം മതവിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ വിവേചനപരമാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി എന്ന തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ആദ്യം തന്നെ ഉയരുകയും ചെയ്തതാണ്. മാത്രവുമല്ല ചില സംസ്ഥാനങ്ങൾ ഇത് നടപ്പാക്കില്ലെന്ന് നിലപാടെടുത്തിരുന്നു. പ്രത്യേകിച്ച് കേരളം, പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ നിയമം സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്ന നിലപാട് സ്വീകരിച്ച സംസ്ഥാനങ്ങളാണ്. 2 ആഴ്ച മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പശ്ചിമ ബംഗാൾ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം പൗരത്വ നിയമം അത് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതിനൊരു വലിയ വിമർശനം ഉന്നയിക്കുന്നു, നടപ്പാക്കില്ലെന്ന് നിലപാടെടുക്കുന്നു. എന്നാൽ രാജ്യത്തിന്റെ നിയമമാണ്, അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ നിയമം പാസ്സാക്കാൻ ബാധകമാണ്. ആ നിയമം പാസ്സാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ആഭ്യന്തരമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ കേരളമടക്കം പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഇനി എന്ത് നിലപാടെടുക്കുമെന്ന് നിർണായകമാണ്. മാത്രവുമല്ല അംഗത്വത്തിനായി അപേക്ഷിക്കേണ്ടത് പോർട്ടൽ വഴിയാണ്. ഒരുപക്ഷെ ഈ പ്രതിഷേധങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് കൂടിയാകാം ഈ പോർട്ടൽ വഴി അപേക്ഷിക്കേണ്ടതെന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും വലിയ പ്രതിഷേധങ്ങൾ സ്വാഭാവികമായും ഇനിയും ഉണ്ടാകും. സംസ്ഥാനങ്ങളടക്കം, കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതും നിർണായകമാണ്. രഞ്ജിനി.
രാകേഷ്, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നത് എന്തായാലും ഇപ്പോൾ നടപടികളിലേക്ക് കേന്ദ്രം കടക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിന്റെ ഭാഗമായി നടപ്പാക്കാനുള്ള നീക്കവും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബംഗാളിൽ എത്തിയപ്പോഴും കൊൽക്കത്തയിൽ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴും ഒക്കെ പറഞ്ഞത് ഈ നിയമം നടപ്പാക്കില്ല എന്ന് ഒരു കൂട്ടം വിഭാഗം പറയുന്നുണ്ട്. അതൊന്നും നടക്കില്ല, കൃത്യമായി നിയമം നടപ്പാക്കി മുന്നോട്ട് പോകുമെന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നു. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിലെ വിവിധ മന്ത്രിമാരും അത്തരത്തിലുള്ള നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആവർത്തിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കൃത്യമായി കേന്ദ്രം ആ നടപടികളിലേക്ക് കടക്കുമ്പോൾ പ്രതിഷേധം ഉയർന്നു വരുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അത് സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏത് രീതിയിൽ ആയിരിക്കും BJP ആയും കേന്ദ്ര സർക്കാരായും വിഷയത്തെ നേരിടുക? പൗരത്വ നിയമം നടപ്പാക്കുമെന്നുള്ളത് കേന്ദ്രത്തിന്റെ BJPയുടെ പ്രഖ്യാപിത നിലപാടാണ്. കാരണം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ തന്നെ ഇത്തരം വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് ജമ്മു കശ്മീരിന്റെ പ്രത്യേകം അധികാരം എടുത്തു കളയുക എന്നുള്ളതായിരുന്നു. 2019 രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കൈക്കൊണ്ട ആദ്യ നടപടികളിൽ ഒന്നായിരുന്നു അത്. ഓഗസ്റ്റ് മാസത്തിൽ അത്തരമൊരു തീരുമാനമെടുക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു പൗരത്വ നിയമം നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുകയും പാർലമെന്റ് അത് പാസ്സാക്കുകയും ചെയ്തത്. അതായത് ഡിസംബർ മാസത്തിൽ തന്നെ ലോക്സഭയും രാജ്യസഭയും ഇത് പാസ്സാക്കിയിരുന്നു. പക്ഷേ ഇതിന് കാലതാമസം വന്നത് അസം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉയർന്നു വന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. കാരണം അസമിൽ ഇത്തരത്തിലുള്ള ഈ പൗരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്നാൽ അതുകൊണ്ട് തന്നെ അസം ആയിരുന്നു ഏറ്റവും വലിയ പ്രതിഷേധങ്ങൾക്ക് വേദിയാവുകയും ചെയ്തത്. തുടർന്നാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ തീരുമാനം നീട്ടിക്കൊണ്ടുപോകുന്നത്. ഏതായാലും ഇതൊരു പ്രഖ്യാപിത നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെത്. പൗരത്വ നിയമം നടപ്പാക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അത്തരമൊരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുകയാണ്. അതുതന്നെയാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായും അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് വേഗത കൂട്ടും, തെരഞ്ഞെടുപ്പിന് മുമ്പായി വേഗത കൂട്ടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം സാധാരണഗതിയിൽ മാർച്ച് മാസം ആദ്യമാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഇത് നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള നീക്കമായിരിക്കും സർക്കാരിന്റെ ഭാഗത്ത് ഇനി ഉണ്ടാവുക. യെസ്, രാകേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെച്ച്. എന്തായാലും നിയമം നടപ്പാക്കുമെന്ന ഉറച്ച നിലപാടിലാണ് കേന്ദ്രം മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും ബിൽ പാസ്സാക്കിയപ്പോൾ ഉണ്ടായ രീതിയിലുള്ള പ്രതിഷേധങ്ങളടക്കം ഉയർന്നു വരാനുള്ള സാഹചര്യമാണ് നിലവിൽ നമ്മൾ മുന്നിൽ കാണേണ്ടത്.